നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാമത്തെ അധ്യായം വരെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു. ഇനി 10-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. പൗലോസ് അപ്പോസ്തലൻ 9-ാമത്തെ അധ്യായത്തിലും യഹൂദന്മാരെ സംബന്ധിച്ച് 9-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങളിലും അവർക്ക് വേണ്ടി ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെക്കുറിച്ച് വളരെ ഭാരത്തോടെ സംസാരിക്കുകയാണ്. അതിനുശേഷം അവർ എന്തുകൊണ്ട് നീതി അന്വേഷിച്ച നീതിയിൽ അവർ എത്തിച്ചേർന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് ഈ 9-ാമത്തെ അധ്യായം അവസാനിപ്പിച്ചിട്ട് 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. എൻ്റെ ഹൃദയവാഞ്ചയാണ്, അതുപോലെ തന്നെ ദൈവത്തോടുള്ള യാചനയുമാണ്. കാരണം എന്താണ്? തൻ്റെ ചാർച്ചക്കാരായ, അതല്ല എങ്കിൽ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അവർ രക്ഷിക്കപ്പെടണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയും ദൈവത്തോടുള്ള യാചനയും. ഇവിടെ ദൈവത്തോടുള്ള യാചന എന്ന് പറയുന്നത് ഏത് തലത്തിലാണ് എന്നുള്ളത് പലപ്പോഴും നമുക്കൊരല്പം മനസ്സിലാക്കാനായിട്ടുള്ള പ്രയാസമുണ്ട്. കാരണം ദൈവവചനത്തിൽ ഉടനീളം നാം നോക്കിയാൽ മറ്റുള്ളവർ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് പൊതുവിൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളെല്ലാവരും നമുക്ക് പരിചയമുള്ളവരും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആളുകളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നതിൽ അപാകതയൊന്നുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ദൈവവചനത്തിലെ ഒരു പൊതുവായിട്ടുള്ള പ്രമാണം എന്ന് പറയുന്നത് അങ്ങനെ ആരുടെയെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, പ്രസംഗിക്കുക, ഉപദേശിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതിടത്ത്, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് തന്നെ ത്യജിച്ച് തന്നിൽ ക്രിസ്തുവിനെ ജീവിക്കാൻ അനുവദിക്കുക, തൻ്റെ ജീവൻ വേണ്ട എന്ന് വെച്ച് ക്രിസ്തുവിൻ്റെ ജീവൻ തൻ്റെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി സമ്പൂർണമായിട്ടുള്ള ദൈവഹിതത്തിനുള്ള വിധേയപ്പെടലാണ് യഥാർത്ഥത്തിൽ ഒരുവൻ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ അവരിൽ നടക്കുന്നത്. അത് ഒരു മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ദൈവം ആരെയും ബലം പ്രയോഗിച്ച് തൻ്റെ കൂടെ കൂട്ടുന്നില്ല, ബലം പ്രയോഗിച്ച് രക്ഷിക്കപ്പെടുത്തുന്നില്ല. ദൈവം വെളിപ്പാടുകൾ കൊടുക്കും, വചനം കൊടുക്കും, എല്ലാം കൊടുക്കും. കർത്താവ് ഭൂമിയിലായിരുന്ന കാലത്ത് പോലും കർത്താവിൻ്റെ പിന്നാലെ വന്നതായിട്ടുള്ള ആളുകൾ പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവ് മിക്കവാറും എല്ലാം തിരിഞ്ഞു നിന്ന് ശിഷ്യത്വത്തിൻ്റെ വളരെ കഠിനമായിട്ടുള്ള പ്രമാണങ്ങൾ അവരെ പഠിപ്പിക്കുകയും അപ്പോഴൊക്കെ ആളുകൾ കർത്താവിനെ വിട്ടു പോവുകയുമാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, എന്നെ ആരെങ്കിലും പിൻഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ്. അതായത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ആരെയും കർത്താവിൻ്റെ പിന്നാലെ കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു നിർബന്ധം, ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നില്ല. അത് നമുക്ക് വചനത്തിലെ ഒരു പ്രമാണമായിട്ട് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇങ്ങനെ അത്യപൂർവമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ യാചന എന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിലും രാജാക്കന്മാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളിടത്ത് അല്ലെങ്കിൽ യാചന എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സുവിശേഷം പറയാനായിട്ട് പോകുമ്പോഴും അതല്ല എങ്കിൽ ആളുകളുടെ അടുത്ത് പോകുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ അവരെ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് അധികം കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ധാരാളം നമുക്ക് കാണാനായിട്ട് കഴിയും. ബൈബിൾ ഉടനീളം അത് ഉണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവമക്കൾ തമ്മിൽ, ദൈവമക്കൾക്ക് വേണ്ടിയും കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്ന ആളുകൾക്ക് വേണ്ടിയും ഒക്കെയുള്ള പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് നമുക്ക് ലോകത്ത് അങ്ങനെ ആളുകൾ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ ഓരോ ജാതികളുടെ ഗോത്രങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ബൈബിളിലെ പൊതുപ്രമാണം അതിനോട് ചേരുന്നതല്ല, മറിച്ച് അവരോട് പോയി സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം, ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് വചനമനുസരിക്കാത്ത ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യമാർക്കുള്ള ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ, പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ നല്ല നടപ്പിനാൽ അവർ ചേർന്ന് വരുവാൻ ഇടയാകുമെന്നുള്ളതാണ്. അപ്പോൾ അവരെ സ്വാധീനിക്കുന്നതായിട്ടുള്ള, അവരുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നതായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കാണുമ്പോഴാണ് അവർ ആ ഒരു വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയുമെന്ന് ലോകം അറിയുമെന്നും കർത്താവ് പറഞ്ഞു. അപ്പോൾ ദൈവമക്കൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹവും അവരുടെ സ്വഭാവത്തിലുള്ള പരിവർത്തനവും ആണ് യഥാർത്ഥത്തിൽ ആളുകളെ അനേകരെയും ക്രിസ്തീയ മാർഗത്തിലേക്ക് ആകർഷിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അതുകൂടാതെ തന്നെ ദൈവവചനത്തിൻ്റെ പ്രസംഗം, സുവിശേഷത്തിൻ്റെ പ്രസംഗം ആളുകളെ മാനസാന്തരത്തിലേക്കും അതുവഴി രക്ഷയിലേക്കും നടത്തും എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു, നാം അങ്ങനെ ആരെങ്കിലുമൊക്കെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ചിലപ്പം അവരെ വളരെ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് അവരുടെ ഹൃദയത്തെ ഒന്ന് താഴ്ത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉളവാക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ മനുഷ്യൻ്റെ സ്വയമായിട്ടുള്ള മാനസാന്തരവും തീരുമാനവും, ദൈവത്തെ പിൻഗമിക്കുവാനുള്ള തീരുമാനവും അവനിൽ നിന്ന് തന്നെ ഉളവാകേണ്ടതാണ് എന്നുള്ളതാണ് ബൈബിളിലെ പൊതുവായിട്ടുള്ള പ്രമാണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഹൃദയവാഞ്ചയാണ് എന്ന് പറയുന്നത് ശരിയാണ്. നമുക്കും അറിയാം, നമ്മുടെ വേണ്ടപ്പെട്ടതും നമ്മുടെ അടുത്ത് പരിചയമുള്ളതുമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ മാനസാന്തരപ്പെടണമെന്നും ദൈവസന്നിധിയിലേക്ക് വരണമെന്നും അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതൊക്കെ നമ്മളുടെ ഹൃദയത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. ദൈവത്തോടുള്ള യാചനയും നമുക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ ദൈവം എത്രത്തോളം അത് ഒരു സമ്മർദ്ദത്തിലൂടെ ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ശരി, രണ്ടാമത്തെ വാക്യത്തിൽ അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോൾ യഹൂദന്മാരെ കുറിച്ച് പറയുന്നത് അവർക്ക് ദൈവത്തെ സംബന്ധിച്ച് ഭയങ്കര എരിവാണ്. അത് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ തന്നെ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ, പിടിച്ചുകൊണ്ടുപോയി ജയിലിലടയ്ക്കുവാനായിട്ടുള്ള അധികാരവും ഒക്കെ ആയിട്ടാണ്, അതുപോലെ ഒരു പരീക്ഷ പ്രമാണിയായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചതെന്നുള്ളത് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ അത് ചെയ്യുമ്പോൾ അത് ദൈവത്തെ സംബന്ധിച്ച് എരിവ് കൊണ്ടാണ് താനത് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇന്നും ആളുകൾക്ക് അവരവരുടെ സഭകളെക്കുറിച്ചുള്ള എരിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതങ്ങളെക്കുറിച്ചോ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള എരിവ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യാപകമായിട്ട് ലോകത്തിൽ കാണാനായിട്ട് കഴിയും. ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതലുള്ളത് ഈ മറ്റ് മതസ്ഥരിലാണ്. ക്രിസ്തീയ മാർഗത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവരുടെ സഭയെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ ഉള്ള എരിവ് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ ലോകത്തിലെല്ലായിടത്തും പള്ളികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതും വിറ്റുപോയിട്ടുള്ളതും അതൊക്കെ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ ഏറ്റെടുത്ത് അവരുടെ ആരാധനാലയങ്ങളായിട്ട് പരിവർത്തനം ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്തീയ മാർഗം അല്ലെങ്കിൽ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇതിനകത്ത് ഒരു വിരോധാഭാസമാണ്. അതായത് വ്യാജമായിട്ടുള്ള കാര്യങ്ങളും വ്യാജമതങ്ങളും വ്യാജവിശ്വാസങ്ങളും ഒക്കെ അത് പടർന്ന് പന്തലിക്കുമ്പോൾ സത്യവിശ്വാസം അല്ലെങ്കിൽ സത്യവിശ്വാസം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. വ്യാജമാക്കി കളഞ്ഞതായിട്ടുള്ള ഒരു സത്യം ഇന്ന് ലോകത്ത് വളരെയേറെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ആളുകൾക്ക് ദൈവസ്നേഹത്തെക്കാൾ, ദൈവഭക്തിയേക്കാൾ സഭാഭക്തി അല്ലെങ്കിൽ മതഭക്തിയാണ് ആളുകളെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണാം. മറ്റ് പല സഭകളുടെയും നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സഭകളിലെ നിസ്സാരമായിട്ടുള്ള പുരോഹിതൻ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച തർക്കം പോലും എത്രയോ വലിയ കയ്യാങ്കളിക്കും പ്രശ്നങ്ങൾക്കും കേസിനും പോലീസിനും ഒക്കെ ഇടയാക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രവുമല്ല, ഈ സഭകളെക്കുറിച്ചുള്ള കഴിഞ്ഞ തലമുറകളായിട്ട് 2ഉം 3ഉം തലമുറയായിട്ട് ഞങ്ങൾ ഇന്ന സഭക്കാരാണ് എന്നുള്ള നിലയിൽ ഊറ്റം കൊള്ളുന്നതായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രവണതയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപക്ഷെ നമുക്കൊക്കെ അങ്ങനെയുള്ള ആളുകളെ ധാരാളമായിട്ട് അറിയാം. അവർക്ക് ദൈവത്തെ സംബന്ധിച്ച് അവർ എരിവുള്ളവരാണ്, പക്ഷെ അതിനകത്ത് പരിജ്ഞാനമില്ല.
അതൊരു സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അവർ ദൈവത്തിൻ്റെ സ്വന്തം ആളുകൾ ഇപ്പോൾ ക്രിസ്ത്യാനികളെ പിടിച്ച് കൊല്ലുവാനായിട്ടുള്ള അനുവാദവും പിടിച്ച് കെട്ടിക്കൊണ്ടു പോകുവാനായിട്ടുള്ള തടവിലാക്കാനായിട്ടുള്ള അനുവാദവുമായിട്ട് ഈ പൗലോസ് അപ്പോസ്തലൻ ദമാസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ താൻ ദൈവത്തിന് വേണ്ടി വലിയ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് ആ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിജ്ഞാനമില്ലാത്തതായിട്ടുള്ള വിശ്വാസ ആചാര രീതികളാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തും ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾക്ക് ആ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമോ ആ ജീവിതത്തിൻ്റെതായിട്ടുള്ള മാധുര്യമോ അവർ അനുഭവിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ നോക്കുമ്പോൾ എന്തൊക്കെയോ വലിയ ചില പ്രമാണങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ജീവിതത്തിൽ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ കുടുംബങ്ങളുടെയോ സഭകളുടെയോ ചരിത്രത്തിൽ ജീവിതത്തിൽ അത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാതെ പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ ആളുകൾക്ക് കാണുകയും അതുകൊണ്ട് തന്നെ അത്തരം ശരിയായിട്ടുള്ള വിശ്വാസം എന്ത് എന്നുള്ളത് ഇന്ന് ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട്, അതായത് പരിജ്ഞാനപ്രകാരമുള്ളതായ അവസ്ഥ അല്ലാത്തതുകൊണ്ട് അവർ ദൈവത്തെ സംബന്ധിച്ചുള്ള എരിവ് പോലും ഇല്ലാതെ ക്രിസ്ത്യാനികൾ മുമ്പോട്ട് പോകുന്നു. എന്നാൽ മറ്റ് മതസ്ഥരെല്ലാവരും അവർ കൂടുതൽ അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയും അവർ വർദ്ധിച്ച് രാജ്യങ്ങളെ പോലും കീഴടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിടത്ത് ആരാധനാലയങ്ങൾ വിൽക്കുമ്പോൾ മറ്റ് പലയിടത്തും മിക്കവാറും എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങൾ ഉയർന്നു വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള എരിവ് എന്ന് പറയുന്നത് പരിജ്ഞാനപ്രകാരമല്ല എങ്കിൽ അത് ദൈവത്തിന് തന്നെ എതിരായിട്ട് വരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ശരിയായിട്ടുള്ള ദൈവവചന പഠനത്തിലൂടെയാണ്. ദൈവവചനത്തെ നാം സത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവികമായിട്ടുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ കൃത്യമായിട്ടുള്ള പഠനമില്ലാതെ വരുമ്പോൾ നാം ഒരുപക്ഷെ ചില കാര്യങ്ങൾ കേൾക്കുന്നു, ചില തത്വങ്ങൾ നാം മനസ്സിലാക്കുന്നു, എന്നാൽ ശരിയായിട്ടുള്ള അതിനെ സംബന്ധിക്കുന്ന അറിവോ സമർപ്പണമോ ഇല്ലാത്തതുകൊണ്ട് അത് ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പ്രയോജനകരമായി വരികയില്ല. എന്ന് മാത്രവുമല്ല, ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ദൈവവചനവും വിശ്വാസവും അത് ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നമ്മെ ഏതെങ്കിലും ഒരു സഭയുടെ ലേബലിലല്ല ദൈവം നമ്മെ അറിയുന്നത്. ദൈവം നമ്മെ അറിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിച്ച് നമ്മെ ദൈവേഷം ചെയ്യുന്നതിനായിട്ട് നമ്മെ പ്രകോപിപ്പിക്കുമ്പോൾ അതിന് നാം വിധേയപ്പെട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ്. സഭകളെ വെച്ചൊന്നും ദൈവം ആരെയും, ഏതെങ്കിലും ഒരു സഭയിലെ അംഗത്വം ഒരു മനുഷ്യനെയും രക്ഷിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതൊരു പക്ഷേ ചില സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അത് സഹായകരമായേക്കാം, വിവാഹത്തിനോ അതല്ലെങ്കിൽ മരണ സംസ്കാര ശുശ്രൂഷകൾക്കൊക്കെ അങ്ങനെയുള്ള സഭാംഗത്വം നമുക്ക് സഹായകരമായേക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് അങ്ങനെയുള്ള അംഗത്വമൊന്നും നമുക്ക് യാതൊരു പ്രയോജനവും അതിൽ തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിക്കുന്നതായുള്ള നമ്മുടെ എരിവ്, നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് പരിജ്ഞാനപ്രകാരമാണോ അതെയോ ചില തോന്നലുകൾക്കും ധാരണകൾക്കും അല്ലെങ്കിൽ ചില ആചാരാനുഷ്ഠാനങ്ങൾക്കും വിധേയപ്പെട്ട് മാത്രം മുമ്പോട്ട് പോകുന്നതാണോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോടുള്ള എരിവ് നിമിത്തം ദൈവത്തിന് വേണ്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചത് ദൈവത്തിനെതിരായിട്ടാണ്, ദൈവമക്കൾക്കെതിരായിട്ടാണ് തീർന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തു നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ പ്രമാണത്തിനും ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനും എതിരായിട്ട് വരാതിരിക്കുവാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അവരെ വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അവർ നീതീകരണം അന്വേഷിച്ചുകൊണ്ട് അവർക്കത് ലഭിച്ചില്ല. എന്നാൽ ജാതികൾ അവർ വിശ്വാസത്താൽ അവർക്ക് ആ നീതീകരണം ലഭിച്ചു എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. കൂടുതലൊരു വിശദീകരണം അതിനെ സംബന്ധിച്ച് ആവശ്യമില്ല. ദൈവത്തിൻ്റെ നീതി എന്ത് എന്നുള്ളത് ഇന്നും വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ പോലും അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രവർത്തിച്ച് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മളുടെ പ്രവൃത്തികളിലൂടെ ദൈവസന്നിധിയിൽ സ്വീകാര്യരാകുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ പോലും നടക്കുന്നത്. എന്നാൽ
നമ്മളുടെ പ്രവൃത്തികളിലൂടെയല്ല, വിശ്വാസത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള പ്രവൃത്തികൾ മാത്രമേ ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിശ്വാസത്തിൽ നിന്നല്ലാത്ത ഒരു പ്രവൃത്തിയിലൂടെയും ഒരു വിശുദ്ധീകരണവും നീതീകരണവും നമുക്ക് സാധ്യമാകുകയില്ല എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. സ്വന്തം നീതി, നമ്മളുടെ ജഡത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്. നമ്മളുടെ ജഡത്തിൽ നിന്നുള്ള പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ സ്വീകാര്യരാകുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്താൽ അത് നമ്മളുടെ സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതിന് അത് തുല്യമാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്ത്യൻ എന്ന് പറഞ്ഞതിന് ശേഷവും അതല്ല, ക്രിസ്തുവിലൂടെയുള്ള നീതി, വിശ്വാസത്താലുള്ള നീതി, അതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. ഇവിടെയും അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുന്നത്. സ്വന്തം നീതി അല്ല, ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളിലുള്ള വിശ്വാസം ദൈവവചനപ്രകാരമുള്ള ഒരു വിശ്വാസമാണോ, അതെയോ കേവലം നമ്മുടെ അറിവുകൾ നമ്മളുടെ വിശ്വാസമായിട്ട് നാം തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, നാം അത് ഉറപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നാം വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയാൽ, ശരിയായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോയാൽ നമ്മളുടെ നീതീകരണം എന്ന് പറയുന്നതിന് പ്രസക്തി ഇല്ലാതാകും. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസികളോടാണ് പറയുന്നത്, ഗലാത്യയിലെ സഭകളോടാണ് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കാൻ ഇച്ഛിക്കൊണ്ട് നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേർപെട്ടു പോയി എന്ന്. അതുമാത്രമല്ല, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നമ്മളുടെ നീതീകരണം എന്ന് പറയുന്നത് പ്രസക്തിയുള്ളൂ. വിശ്വാസത്തിൽ നാം നിലനിൽക്കുമ്പോൾ ആ ദൈവിക നീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കേവലം അറിവാണോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് അനേകരുടെയും വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് അവർ പഠിച്ചിട്ടുള്ള കേവലം ചില അറിവുകളാണ്. ആ അറിവുകളിലുള്ള അവരുടെ ആ അറിവുകളാണ് അവരെ അങ്ങനെ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ചില അറിവുകളല്ല യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിനോടുള്ള നമ്മളുടെ സമ്പൂർണ്ണ വിധേയത്വവും സമർപ്പണവും ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉളവാകുന്നതാണ്. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തുവിനോടുള്ള സമ്പൂർണ്ണ വിധേയത്വം, ആ വിധേയത്വം നാം കർത്താവായി അംഗീകരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സമർപ്പണം എന്ന് പറയുമ്പോൾ ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ച് ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ, നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അപ്പോൾ ശരിയായിട്ടുള്ളൊരു വിശ്വാസം നമ്മളെ കർത്താവിനോടുള്ള വിധേയത്വത്തിലേക്കും സമർപ്പണത്തിലേക്കും നയിക്കുന്നു. എന്നാൽ ആ വിധേയത്വത്തിലേക്കും സമർപ്പണത്തിലേക്കും നയിക്കാത്തതായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധിയിലുള്ള ചില അറിവുകൾ മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള പിതാക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയതായിട്ടുള്ള, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും പകർന്നു കിട്ടിയതായിട്ടുള്ള ചില ധാരണകളും ഒക്കെ അതിനകത്ത് കാണും. അത് പിശാചിനും ഈ പറഞ്ഞതുപോലെ ഒത്തിരി അറിവുകളുണ്ട്. പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കേവലം അറിവാണ്. വിശ്വസിക്കുക മാത്രമല്ല വിറയ്ക്കുകൂടി ചെയ്യുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ പിശാചിൻ്റെ വിശ്വാസമായിട്ട് നമ്മുടെ വിശ്വാസം ഒരിക്കലും തരം താഴുവാനായിട്ട് പാടില്ല. നമ്മളുടെ വിശ്വാസം എപ്പോഴും സമർപ്പണത്തിനും വിധേയപ്പെടലിനും അടിസ്ഥാനമുള്ളതാണെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമായിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം മാത്രമേ നമ്മെ നീതീകരിക്കുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. അപ്പോൾ ന്യായപ്രമാണം എന്തിനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം, നമ്മളതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മളതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയുണ്ടായി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-4 അധ്യായങ്ങളിലും അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു ശിശുപാലകനായിട്ട് മാത്രമാണ്. അതായത് സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക, ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരിക. ന്യായപ്രമാണത്താൽ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ ന്യായപ്രമാണം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നതായിട്ടുള്ള നീതി നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾ കൊണ്ട്, ജഡത്തിൻ്റെ ബലഹീനതകൾ കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ, നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി അതിനായിട്ട് ന്യായപ്രമാണത്തിൻ്റെ അവസാനമായിരിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിക്കണം, ക്രിസ്തുവിൻ്റെ യാഗത്തിൽ ആശ്രയിക്കണം. ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ നീതി ഉള്ളൂ എന്നുള്ളതിലേക്ക് യഥാർത്ഥത്തിൽ
ന്യായപ്രമാണം നമ്മളെ നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു പ്രവർത്തനങ്ങളും നമ്മളുടെ നീതീകരണത്തിന് പര്യാപ്തമല്ല എന്നുള്ളത് ഈ ന്യായപ്രമാണത്തിൻ്റെ ആ നിയമങ്ങൾ പാലിക്കാനായിട്ട് ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനും അത് ബോധ്യമാകുക എന്നുള്ളതാണ് ന്യായപ്രമാണത്തെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം കൽപ്പനകൾ ഞങ്ങൾക്ക് തന്നായിരുന്നുവെങ്കിൽ ഞങ്ങൾ അനുസരിക്കുമായിരുന്നു. കർത്താവിൻ്റെ ആ യാഗമരണമോ കർത്താവിൻ്റെ ജീവിതമോ കർത്താവിലുള്ള നീതിയോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു എന്നൊരിക്കലും മനുഷ്യൻ പറയുവാനായിട്ട് പാടില്ല. അത് ആ ഏത് മനുഷ്യൻ്റെയും വായെ അടച്ചു കളയുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യരെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ നിന്നും വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ് ക്രിസ്തു. എന്താണ് ന്യായപ്രമാണം? ന്യായപ്രമാണം ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നിങ്ങളുടെ നീതീകരണം, നിങ്ങൾക്കൊരു ദൈവപ്രസാദകരമായിട്ടുള്ള ജീവിതം സാധ്യമാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കുക, ന്യായപ്രമാണം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുക എന്നുള്ളതാണ് ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു ക്രിസ്തു എന്ന് പറയുന്നത്. ശരി, ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പം ന്യായപ്രമാണത്തിലുള്ള നീതി അത് ചെയ്താൽ അതിനാൽ ജീവിക്കും, പക്ഷെ അത് ചെയ്യാനായിട്ടൊരു മനുഷ്യനും സാധിക്കുകയില്ല. കാരണം അവൻ പാപ പ്രകൃതിയിൽ ജനിച്ചവനാണ്. അവൻ്റെ ശരീരത്തിൽ തന്നെ, അവൻ്റെ അവയവങ്ങളിൽ തന്നെ അവൻ്റെ ഇഷ്ടമനുസരിച്ച് പോകുവാൻ കഴിയാത്ത വിധം ഒരു ബന്ധനം അവനിലുണ്ട്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ നീതി ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, അത് ചെയ്തുകൊണ്ട് അതിനാൽ ജീവിക്കുവാനായിട്ട് ആർക്കും കഴിയില്ല എന്നുള്ളത് നമ്മൾ പഠിക്കുകയുണ്ടായി. ശരി, വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിങ്ങളുടെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഇവിടെ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പോയ ആളാണ്. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ക്രിസ്തുവിനെ സ്വർഗത്തിൽ കയറി ഇറക്കി ഇവിടെ ആര് കൊണ്ടുവരും? അങ്ങനെ കൊണ്ടുവരണമോ എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുപോലെ തന്നെ ക്രിസ്തു മരിച്ച് മറവ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി കർത്താവിനെ പാതാളത്തിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പറയരുത്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു, മരിച്ചു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത് ആ വചനമാണ്. വചനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലും ഇരിക്കുന്നു. അതാണ് നമുക്ക് രക്ഷ നൽകുന്നതായുള്ള വിശ്വാസത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ നോക്കിയാൽ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷനാണ് ഇവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത്: ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്നു തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്നു തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്നു കൊണ്ടുവരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിനക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം നിന്റെ വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രയോഗമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ദൈവവചനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ആരും കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരാനും ആവശ്യമില്ല, ആരും കർത്താവിനെ പാതാളത്തിൽ നിന്ന് കയറ്റുവാൻ പോകേണ്ടതുമായിട്ടുള്ള ആവശ്യമില്ല. വചനം എവിടെയൊക്കെ ഉണ്ട്? വചനം എവിടെയാണുള്ളത്? നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. അപ്പോൾ യഹൂദന്മാർക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ അവർക്ക് ഇനി കർത്താവിനെ ഇറക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, കർത്താവിനെ ഉയർത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇതെല്ലാം ഈ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരികയും മരിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന് വചനമായി കർത്താവ്, നമുക്ക് ജീവനുള്ള വചനമായി കർത്താവ് ഉണ്ട്. ആ വചനം നമുക്ക് സമീപമാണ്. ആ വചനത്തിലുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെ നീതീകരണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ വചനം നിനക്ക് സമീപമായി നമ്മുടെ വായിലുണ്ട്,
നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ഈ വായിലും ഹൃദയത്തിലും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അടുത്ത് വരുന്നതായിട്ടുള്ള രണ്ട് വാക്യങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ വചനം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അപ്പോൾ യഹൂദന്മാരോടെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് വചനം നിങ്ങളുടെ വായിലുമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുമുണ്ട്, നിങ്ങൾക്ക് സമീപമാണ്. നിങ്ങളിത് അന്വേഷിച്ച് എങ്ങോട്ടും പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പാതാളത്തിൽ പോകണ്ട, സ്വർഗത്തിൽ പോകണ്ട, സമുദ്രത്തിന് അക്കരെയും പോകണ്ട, നിങ്ങൾക്ക് സമീപമായിട്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വായിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. വായു കൊണ്ടും ഹൃദയം കൊണ്ടും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് തുടർന്ന് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗ്യം, റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ വായ് കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഏറ്റുപറയണം. യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ കർത്താവാണ് എന്ന് ഏറ്റുപറയണമെന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി ആളുകളെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കാറുണ്ട്. എന്നിട്ട് നീ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയും. യേശു കർത്താവായിട്ട് നീ സ്വീകരിക്കുന്നു എന്ന് പറയും. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം അവരുടെ യേശുവിനെ കർത്താവായിട്ടൊരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ അടുത്ത നിമിഷം മുതൽ ഈ കർത്താവ് എന്നോട് എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് ഞാൻ എന്ത് ചെയ്യണമെന്നാണ്, എന്ത് പറയണമെന്നാണ്, എങ്ങനെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇത് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയും, വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയും. അതിനുശേഷം അതിനു മുമ്പ് എങ്ങനെ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചോ അതുപോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ വീണ്ടും കടന്നു പോകുന്നതായിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്കിന്ന് ചുറ്റും ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അത് ഒരു രക്ഷയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഒരു ഏറ്റുപറച്ചിലല്ല. യേശുവിനെ കർത്താവ് എന്ന് നാം ഏറ്റുപറയുമ്പോൾ അതിൽ വലിയ അർത്ഥവ്യാപ്തി അതിനകത്തുണ്ട്. എൻ്റെ മേലുള്ള സർവ അധികാരവും സമ്പൂർണ്ണ അധികാരവും ഞാൻ ഇന്ന് യേശുക്രിസ്തുവിനെ വിട്ടുകൊടുക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയില്ല. യേശു എന്ത് എന്നോട് പറയുന്നുവോ അതിനനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ. അതിനായിട്ട് എന്നെ സമ്പൂർണ്ണമായിട്ട് ഞാൻ എന്നെ തന്നെ ത്യജിച്ച് എൻ്റെ മേലുള്ള സർവ്വ അധികാരവും ഞാൻ ഇന്ന് കർത്താവിന് കൈമാറുന്നു എന്നുള്ള തീരുമാനമാണ് ഈ ഏറ്റുപറച്ചിലിൽ ഉണ്ടാവുന്നത്. എന്നാൽ അതൊന്നും അർത്ഥമാക്കാതെ വെറുതെ ഇങ്ങനെ ഒന്ന് ഏറ്റുപറഞ്ഞാൽ സ്വർഗത്തിൽ പോകാം, നരകത്തിൽ പോകില്ല എന്ന് പറഞ്ഞപ്പം ഇത്ര എളുപ്പമാണോ സ്വർഗത്തിൽ പോകാൻ, എന്നാൽ പിന്നെ അതങ്ങ് ഏറ്റുപറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റുപറഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വളരെ നിർബന്ധിച്ച് കുറച്ച് സ്നാനപ്പെടുത്തിയും കൂടെ വിട്ട് നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾക്ക് ഇനി ഒരിക്കലും നരകത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല, സ്വർഗം നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങളുടെ രക്ഷ ഇനിയിപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടാനും പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉപദേശമൊക്കെ കൊടുത്ത് അവരൊരിക്കലും രക്ഷിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു വലിയ അന്ധതയിലും അടിമത്വത്തിലും ബന്ധനത്തിലേക്കും ഇന്ന് ആളുകളെ കയറ്റിവിടുന്നതായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, വലിയൊരു വഞ്ചന യഥാർത്ഥത്തിൽ പിശാച് ഈ സുവിശേഷത്തിൽ ഇന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ യാതൊരു വക ദൈവഭയമോ ദൈവഭക്തിയോ അവർക്കില്ല. അവരുടെ ജീവിതത്തിൽ രൂപാന്തരമില്ല. അവർ ഏറ്റവും വഷളന്മാരെ പോലെ, ഒരുപക്ഷെ ജാതികളിൽ പോലും ഇല്ലാത്ത വഷളത്വം അവരുടെ ജീവിതത്തിൽ എല്ലാ സമസ്ത മേഖലകളിലും അവർ ജീവിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യം തന്നെ അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരൊരുപക്ഷെ അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നവർ ഒരു സഭാഹാളിൽ പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലെ കുടിവരവിലേക്ക് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിൽ പോയിരുന്നവർ മറിച്ചൊരു സ്ഥലത്ത് അവർ പോകുവാനായിട്ട് തീരുമാനിച്ചു. ഒരു സഭ മാറ്റമോ ഒരു മതം മാറ്റമോ ആണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. കർത്താവ് തന്നെ തൻ്റെ പിന്നാലെ വന്ന ആളുകളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6:44 46 ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എന്നാൽ ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? യേശുവിനെ കർത്താവ് എന്ന് നാം വിളിച്ചാൽ യേശു എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം എന്നുള്ള ഉറപ്പ് ആ വിളിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ശരി, യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
അപ്പോൾ കർത്താവായ യേശുക്രിസ്തു, മരിച്ചവരിൽ നിന്നുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് നമ്മളുടെ നീതീകരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം. മരിച്ച് മൺമറഞ്ഞു പോയതായിട്ടുള്ള ധാരാളം ആളുകൾ ഈ ലോകത്തിലുണ്ട്. ആരുടെയും മരണം നമ്മുടെ പാപത്തിന് പരിഹാരമോ നമ്മുടെ നീതീകരണത്തിനോ ആയിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഴിച്ചതായിട്ടുള്ള പാപയാഗത്തെ ദൈവം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിലുള്ള വിശ്വാസം ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി അങ്ങനെ പക്ഷപാതം ചെയ്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലുണ്ട് എന്നുള്ളതായിട്ടുള്ള യാഥാർത്ഥ്യം, അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ? നാം ഇരിക്കുന്ന വിശ്വാസം യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ളൊരു വിശ്വാസമാണോ? നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ തന്നെയോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കുന്നതായിട്ടുള്ള സുവിശേഷം മനുഷ്യൻ്റെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും പര്യാപ്തമായിട്ടുള്ള സുവിശേഷമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ഈ സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ മാനസാന്തരത്തെക്കുറിച്ച് അവിടെ കാര്യമായിട്ടുള്ള പ്രസംഗങ്ങളില്ല. അവിടെ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നതിനെക്കുറിച്ചോ തന്നെ ത്യജിക്കുന്നതിനെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പ്രസംഗിക്കപ്പെടുന്നില്ല. യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഇന്നും ഞാൻ അങ്ങനെയുള്ള പ്രസംഗം കേട്ടിട്ടാണ് വരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വിശ്വാസമൊന്നും അങ്ങനെയുള്ള ഏറ്റുപറച്ചിലുകളൊന്നും ഒരു മനുഷ്യനെയും രക്ഷിക്കും എന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ദൈവവചനത്തിലെ സത്യമായിട്ടുള്ള വചനം നമുക്ക് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നാം കർത്താവിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.